ഹായ്. നല്ല ശരീരവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് രോഗമൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ചിരിക്കുന്നത് നല്ല ആരോഗ്യവാനാണെന്നാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യവാൻ എന്ന് പറയുന്നത് റിയൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മാനസികമായ ആരോഗ്യം മെന്റൽ ഹെൽത്ത് കൂടി ഉണ്ടാകുന്ന സമയത്താണ് ഒരു പൂർണ്ണമായിട്ടും ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റും. എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോൺ എന്തെങ്കിലും ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടർക്ക് പോയി അത് കിട്ടും അല്ലേ. സർജറി ചെയ്യേണ്ട കേസാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രമേഹമോ അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദമോ എന്തെങ്കിലും അസുഖം നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടർക്ക് പോയി നമ്മൾ മെഡിസിൻ എടുക്കും. പക്ഷെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, സ്ട്രെസ് വന്നാൽ, ആങ്സൈറ്റി വന്നാൽ, ഡിപ്രഷൻ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എമോഷൻസ് വന്നാൽ, നമുക്ക് എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ പൊതുവെ എന്താ ചെയ്യുക, നമ്മളത് ഒതുക്കി വെക്കും, നമ്മൾ ഉള്ളിൽ തന്നെ വെക്കും, നമ്മൾ തന്നെ അതങ്ങനെ അനുഭവിച്ചു തീർക്കും. നമ്മൾ അതിന് പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ അടുത്ത് പോവുകയോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയോ ഒരു കൗൺസിലറുടെ അടുത്ത് പോവുകയോ ഒന്നും നമ്മൾ ചെയ്യൂല. അതാണ് നമ്മുടെ പ്രശ്നം. സത്യത്തിൽ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഫിസിക്കൽ ഹെൽത്തിനോട് കാണിക്കുന്ന ഈ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ, പ്രമേഹം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുന്നത് പോലെ അതേ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ മെൻ്റൽ പ്രോബ്ലംസും. മാനസികമായി വരുന്ന പ്രശ്നങ്ങൾക്കും അതേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശരിക്ക് നോക്കിക്കാണണം. അപ്പോൾ നമ്മൾ മാനസികാരോഗ്യം നിലനിർത്താൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തോട് കാണിക്കുന്ന അതേ നീതി തന്നെ, അതേ ഒരു ശ്രദ്ധ തന്നെ നമ്മുടെ മനസ്സിനോടുകൂടി കാണിക്കണം. മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ അതുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത്, മാനസികാരോഗ്യം നിലനിർത്താൻ നമുക്ക് ചെയ്യാനുള്ളത് 3M റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. മൂവ്, മെഡിറ്റേറ്റ് ആൻഡ് മിങ്കിൾ. മൂവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി വ്യായാമം ചെയ്യുക. നമ്മൾ ഒരു സ്ഥലത്ത് തടിയൊന്നും ഇളകാതെ നിൽക്കുന്നതിന് പകരം നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ എല്ലാ ദിവസവും ഒരു 45 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യം ഒരു പരിധിവരെ നമുക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും. ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിധിവരെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. മെഡിറ്റേഷനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. അടുത്തതായിട്ട് മിങ്കിൾ ചെയ്യുക. നിങ്ങൾ ഒറ്റയ്ക്ക് തനിച്ചിരിക്കാതെ, നിങ്ങളൊരു ഐസൊലേറ്റഡ് ആയി നിൽക്കാതെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് കൂടെ, അല്ലെങ്കിൽ മാക്സിമം സമൂഹത്തിലേക്ക്, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ സമയം ചെലവഴിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കാതെ നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപഴകുമ്പോൾ നമുക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഒഴിവാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ, ആരുടെയെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ ചിലപ്പോൾ വലിയ സൊല്യൂഷൻസ് നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ച് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ ഇതിന് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കെ നമ്മൾ പൊതുവെ എന്താണ് ചെയ്യുക, നമ്മൾ ആരോടും പറയാതെ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ സ്ട്രെസ് എല്ലാം നമ്മുടെ മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് അതെങ്ങനെ ചിന്തിച്ച് അതൊരു വലിയ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകാനാണ് പതിവ്. അതിൽ നിന്ന് മാറി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സന്തോഷം തോന്നുന്ന ആളുകളുമായിട്ട് അത് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു മടിയും കാണിക്കരുത് എന്നുള്ളതാണ്. അവരെന്ത് വിചാരിക്കുമെന്നോ, അല്ലെങ്കിൽ അതൊരു നമ്മുടെ ഒരു കുറവാണെന്നോ, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായ കാര്യമാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അത് മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. മറ്റുള്ളവരോട് മീൻസ് നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് അത് ഷെയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരുടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചോദിച്ചാൽ തീരുന്ന പ്രശ്നമാണെന്നെങ്കിൽ അതിന് നമ്മൾ യാതൊരു മടിയും കാണിക്കരുത്. അവിടെ നമ്മൾ സഹായം ചോദിച്ചാൽ നമ്മൾ താന്നു പോകുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമ്മളൊരു പൂർണ്ണ ആരോഗ്യവാൻ എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മാനസികാരോഗ്യം നിലനിർത്താൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.